യുയിലെ പ്രഗത്ഭരായ എഴുത്തുകാർ, സംഘടനാ പ്രതിനിധികൾ, അതുപോലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രതിനിധികളാണ് ഈ സദസ്സിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ചിരന്തനയെ സംബന്ധിച്ചിടത്തോളം 25ാമത് പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ചിരന്തനയുടെ 25ാമത് പുസ്തക പ്രകാശനത്തിലെത്തിയ യുഎഇ എക്സ്ചേഞ്ച് സുധീർ കുമാർ ശെട്ടി, ഒന്നൊക്കെ പറഞ്ഞ പോലെ 25ാമത്തെ ബുക്ക് റിലീസ്. ചിരന്തനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു വൃക്ഷം പോലെ ആയി എന്ന് പറയാം അല്ലേ. ഇപ്പോൾ 25 എഴുത്തുകാർ എഴുതിയ ഈ പുസ്തകങ്ങൾ ഇവിടെ പ്രകടിപ്പാനുള്ള ഒരു വൃക്ഷം ചിരന്തന എല്ലാവർക്കും നൽകിയെന്ന് പറയാം. അപ്പോൾ കുന്നക്കത്ത് പറഞ്ഞ പോലെ പ്രവാസികളായിട്ട് പല കലാകാരന്മാർ, എഴുത്തുകാരും സാഹിത്യകാരും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസരം ആർക്കും കിട്ടുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ യുഎഇയിൽ കുന്നക്കന്ന് ഇത് ഇങ്ങനെയുള്ള ഒരു ചിരന്തന വേദി ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ മറ്റുള്ള ഗൾഫ് മേഖലയിൽ പല ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം കിട്ടുന്നില്ല. എന്നെ ക്ഷണിച്ച ശ്രീ പുന്നക്കൽ മുഹമ്മദ് ഹാജിയോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ ചിരന്തന എന്ന് പറയുന്ന സ്ഥാപനത്തെ, സംഘടനയെ അതിനെ പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞില്ല. പക്ഷെ ഞാനിവിടുന്ന് കേട്ടപ്പോൾ എന്താണ് ചിരന്തന, സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ ചിരന്തന എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചോ സംഘടനയെ കുറിച്ചോ എനിക്കൊന്നും അറിയുമായിരുന്നില്ല. പക്ഷെ ഞാനിവിടെ വന്ന് നിങ്ങളുടെ പ്രസിഡന്റിൻ്റെ സംഭാഷണം കേട്ടപ്പോൾ, പുസ്തകം കേട്ടപ്പോൾ ഞാൻ ആ സ്ഥാപനത്തെക്കുറിച്ച്, സംഘടനയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടി അതിൻ്റെ ഒരു ചടങ്ങിൽ, ചെറിയ ചടങ്ങല്ല, ഗൾഫിൽ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, ആ സംഘടന ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 25 പുസ്തകങ്ങൾ പ്രകാശിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ചില പുസ്തകങ്ങൾക്ക് 10ാമത്തെ എഡിഷൻ വരെ ഉണ്ടായി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ നിന്നുകൊണ്ട്, അത് മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഗൾഫിനെ ചില പ്രത്യേക വികാരത്തോടും ചിന്തയോടും കൂടെ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയും ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേരളത്തിലെ ചില വൻകിട പുസ്തക പ്രസാധന സംഘങ്ങളുടെ അവകാശമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, അത് വിജയകരമായിട്ട് പ്രസിദ്ധീകരിക്കുക. നിങ്ങൾ നൽകിയ എല്ലാ ആശംസാവചനങ്ങൾക്കും, സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ വർത്തമാനങ്ങൾക്കുമെല്ലാം ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. എഴുത്തിൽ എൻ്റെ പരിമിതിയും എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ പിറന്നുപോയി എന്ന ഒറ്റ കാരണത്താൽ എന്നെക്കൊണ്ട് ആവുന്നത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എഴുത്തും കലാപ്രവർത്തനങ്ങളും.